ഇതെന്റെ നാടിന്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ കാണുന്നത് കടലൊഴുകി വരുന്നതാണേ. കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അസലായിട്ട് വരും. അതും ഈ മഴ തുടങ്ങി കഴിയുമ്പോഴേക്കും കടലിനങ്ങ് ആഘോഷമാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ നിൽക്കുന്ന പുല്ലൊന്നും കരിയത്തില്ല. സാധാരണ ഉപ്പുവെള്ളം കൊണ്ട് ആ ചെടിയൊക്കെ കരിഞ്ഞോന്ന് പറയും. ചുമ്മാ അതാ വീട്ടിലെല്ലാം നല്ല അസലായിട്ട് തഴച്ചുള്ളായിരുന്നു. ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്നതിലാകെ ഒരു കടച്ചക്കയുണ്ട്. അത് മാത്രമേ കരിഞ്ഞു പോവാറുള്ളൂ. ഈ മുറ്റത്ത് കാണുന്നതൊക്കെ കടൽവെള്ളമാണ് കേട്ടോ, മഴവെള്ളമൊന്നും അല്ലേ. കടലിങ്ങനെ ഇത്ര വൃത്തികേടായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ആരേലൊക്കെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും ചെല്ലാനത്ത് അതിശക്തമായ കടൽ കയറ്റം. പക്ഷെ ഇപ്പൊ ചെല്ലാനൊന്നല്ലടെ, ചെറിയടവിന് കണ്ണമാലിക്ക് ഇപ്പുറത്തോട്ടാണ് അതിശക്തമായ കടലേറ്റം വരുന്നത്. പണ്ട് തോണ്ട് ഇതീ നിൽക്കുന്ന ഞാൻ അടിച്ചു പൊളിച്ച് കടൽ കയറുമ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു എനിക്ക്. ഈ ഒരു ഇൻസിഡന്റ് കണ്ടോ, ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്നത് എന്റെ വീടിന്റെ അവസ്ഥയാണിത്. ഈ ഒരു ഇൻസിഡന്റോട് കൂടിയിട്ട് കടൽ കയറുമ്പോഴുള്ള ആഘോഷങ്ങളൊക്കെ അങ്ങ് നിന്നടേ. പിന്നെ അങ്ങ് പേടിയാണ് ഉള്ളില്. ഇനി എന്തുണ്ടാവുക, കടൽ കയറുവോ, അകത്ത് കയറുവോ, വീട്ടിൽ കയറുവോ, സാധനങ്ങളൊക്കെ മാറ്റണ്ടേ. ഓർക്കാനായിട്ട് അത്ര സുഖമില്ലാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ അന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ചെല്ലാനം തൊട്ടിട്ട് കണ്ണക്കട വരെയുള്ള ആൾക്കാരൊക്കെ സേഫ് ആണ് കേട്ടോ. അവിടെ ടെട്രാപ്പോണിന്റെ വർക്ക് നടന്നിട്ടുള്ളത് കാരണം അവരുടെയൊക്കെ ലൈഫൊക്കെ സേഫ് ആയിട്ടുണ്ട്. കണ്ണുമാലിക്ക് ഇപ്പുറത്തേക്കുള്ള ആൾക്കാരുടെ ലൈഫും സ്വത്തും ഒന്നും സേഫ് ഒന്നും അല്ല, എല്ലാം റിസ്കിലാണ് അൺടിൽ കടൽ ഭിത്തി വരുന്നത് വരെ. കടൽ അങ്ങൊന്ന് ഒഴുകി റോഡ് വരെ എത്തിയിട്ടുള്ള സിറ്റുവേഷൻ ഇത്. അപ്പൊ പടിഞ്ഞാറ് താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ രാഷ്ട്രീയക്കാരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ലൈഫ് റിസ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോടെ?